അപ്പോൾ ആ നാച്ചുറൽ ബോഡിയുള്ള പുരുഷനുമായിട്ട് ഇണചേർന്ന് കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മെച്ചപ്പെട്ട നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടും. ഈ നാച്ചുറൽ ആയിട്ട് ബോഡിയുള്ള പുരുഷന്റെ കുട്ടി ഇത് ഞാൻ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ ഇരിക്കും. കഴുത കാമം കറി തീർക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് അരുണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ വെങ്കലുടനെ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾക്ക് അണ്ണൻ ഫോട്ടോയിൽ കാണിക്കുന്ന പോലത്തെ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് അണ്ണൻ കുറെ കാലോട് പറഞ്ഞു നടക്കുന്നത്. ഇത്രയും പോഴത്തരം വിളിച്ച് പറയുന്ന ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ബോഡി ബിൽഡറിന്റെ കുഞ്ഞ് മസ്കുലറായിട്ട് ജനിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഒരു നല്ല ബോഡി ബിൽഡറിന്റെ മക്കള് ഒരുപാട് നല്ല കാര്യങ്ങൾ അയാളിൽ നിന്ന് കണ്ടുപിടിക്കും. അതായത് ചിട്ടയായ ജീവിത രീതിയും നല്ല ഭക്ഷണ രീതികളൊക്കെ അയാളിൽ നിന്ന് കണ്ടുപിടിക്കും. പക്ഷെ ഒരിക്കലും ഒരു ബോഡി ബിൽഡർക്ക് ബോഡിയുള്ള നല്ല മസ്കുലറായിട്ടുള്ള കുഞ്ഞ് ഒരിക്കലും ജനിക്കാൻ പോകുന്നില്ല. ഒരു എളുപ്പമില്ലാതെ അണ്ണൻ വന്ന് സോഷ്യൽ മീഡിയയിലെ സ്ത്രീകളോട് വിളിച്ച് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊക്കെ വന്ന് എന്നെ കെട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മസ്കുലറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ്. വെങ്കലുടനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ലോകത്തെ സ്ത്രീകളെല്ലാം കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ പേർപ്പസോടെ മാത്രമാണ് ജീവിക്കുന്നത്. ആരോഗ്യവും മസിലും ഒക്കെ നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ തലയ്ക്കകത്ത് ബുദ്ധി എന്നുള്ള സാധനം ഇല്ലെങ്കിൽ ഇത് രണ്ടും കൊണ്ട് ഒരു ഉപയോഗമില്ലാതായി പോകും. എന്തായാലും വെങ്കലുടനെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കല്യാണപ്രായം ആയിട്ടില്ല, കാരണം ബയോളജിക്കൽ ഏജ് വെച്ചിട്ട് സ്റ്റിൽ അണ്ണൻ ഒരു പാപ്പം കൂടി മാറാത്ത കുട്ടിയാണ്. പിന്നെ വെങ്കലുടനെ ഈ ഒരു കടി മാറണമെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ അണ്ണൻ നല്ലൊരു മറുപടി കൊടുത്താൽ മാത്രം മതി.